നമസ്കാരം. മുരാരി തന്ത്രി മുരാരി തന്ത്രി രാജൻ ബാബു എന്ന ഓട്ടോക്കാരൻ എന്ന വട്ടിപ്പലിശക്കാരൻ തന്ത്രിയായി മാറിയപ്പോൾ അയാളുടെ രൂപഭാവങ്ങളും അയാളുടെ ഭാവഭേദങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വരുന്നുണ്ട്. ഇയാളുടെ വീഡിയോകളും ഇയാൾ പാട്ടുപാടി അഭിനയിച്ച വീഡിയോകളൊക്കെ തന്നെ വരുന്നുണ്ട്. ഇയാൾക്കെതിരെ ഗുരുതര ആരോപണവുമായി പലരും കടന്നു വരുന്നു. പലരും പേരും വിവരങ്ങളും പറയാൻ മടിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. കാരണം പ്രത്യേകിച്ചും പെൺകുട്ടികളൊക്കെ തന്നെയാണ്. ഇയാള് സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് ഒരു ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ സമീപിച്ചിരുന്നതായും വിദേശത്ത് വെച്ചാണ്. മാത്രമല്ല ഇയാൾ ജ്യൂസ് ഓഫർ ചെയ്തു, ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു. പക്ഷേ ഭാഗ്യത്തിന് അവർ കുടിച്ചില്ല. ജ്യൂസ് കുടിപ്പിച്ചിട്ട് ജ്യൂസിൽ മരുന്ന് കലർത്തി കുടിപ്പിച്ചിട്ട് ഇവരുടെ നഗ്നചിത്രങ്ങൾ എടുക്കാനോ മറ്റോ പരിപാടി ആയിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ നിരവധി പേരെ പറ്റിച്ച്, അതുപോലെ തന്നെ നിരവധി ആളുകളെ പലതും പറഞ്ഞു വശീകരിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച് പലരും പുറത്ത് പറയാൻ മടിക്കുന്നു. കാരണം അവർ തന്നെ ചെന്ന് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഈ പരാതിക്കാരിയായ പെൺകുട്ടി, ഇയാൾ ഇപ്പോൾ കയറി പിടിക്കാൻ ശ്രമിച്ച പെൺകുട്ടി തന്നെ അങ്ങോട്ട് ചെന്ന് കയറിയതാണ്. അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തിട്ട് അയാൾ ബാധ ഒഴിപ്പിക്കാമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച ആണ് ഈ ഒരു പ്രതിസന്ധി ഇയാൾക്കുണ്ടായത്. ഇയാൾ പണ്ട് മുതലേ കോടിക്കണക്കിന് രൂപയുടെ 1000 കോടി രൂപയ്ക്ക് മേലുള്ള ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. വിദേശ പണമിടപാട് സഹിതം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും NIA ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ ഈ മുരാരി തന്ത്രി എന്ന തിരിമുടിഞ്ഞ ഈ കള്ളന്റെ, ഈ തട്ടിപ്പുകാരന്റെ കഥകൾ അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രത്തിൽ ഇയാൾ പ്രതിഷ്ഠ നടത്താനെത്തി. ഇയാൾ ശരിക്കും അഷ്ടബന്ധം കൂട്ടിയൊന്നുമല്ല പ്രതിഷ്ഠ, സിമെന്റും മണലും ഇട്ട് ഉറപ്പിക്കുകയാണ് പ്രതിഷ്ഠ. അങ്ങനെ ചെയ്യുന്നതിന് ഈ പ്രതിഷ്ഠയ്ക്കടിയിൽ ഇടാനാണ് എന്ന് പറഞ്ഞ് അവിടുത്തെ കമ്മിറ്റിക്കാരോട് ഏതാണ്ട് 401 ഗ്രാം സ്വർണം വാങ്ങിച്ചു. അത് മടി വെച്ചുകൊണ്ട് പോയി. പ്രതിഷ്ഠയ്ക്കടിയിൽ ഇട്ടൊന്നുമില്ല എന്ന് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് ഒരു കമ്മിറ്റിക്കാരൻ, ക്ഷേത്ര ഭാരവാഹി അഭിമുഖം കൊടുക്കുന്നത് കണ്ടു. ഇങ്ങനെ നിരവധി ക്ഷേത്രങ്ങളിൽ ഇയാൾ പങ്കെടുത്ത ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയിരിക്കുന്നത്. ഇയാൾ പൂജ ചെയ്യാനാണെന്ന് പറഞ്ഞു വന്നിട്ട് 5-6 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടക്കുന്നത്. സ്ത്രീകളെ ചേർത്തിരുത്തി പൂജ കഴിച്ച് അവരുടെ സ്വർണവും പണവും തട്ടിയെടുക്കുന്ന രീതിയും ഇയാൾക്കുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇയാളെയൊക്കെ ഇങ്ങനെ അഴിച്ചുവിട്ടത്, അല്ലെങ്കിൽ ഇയാൾക്കൊക്കെ ഇത്തരം യഥേഷ്ടം വിഹരിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തത് നമ്മുടെ മലയാളികൾ തന്നെയാണ്. ഈ കള്ള ജ്യോത്സ്യന്മാരെയും കള്ള സ്വാമിമാരെയും തട്ടിപ്പുകാരെയും കള്ള ഉസ്താദുമാരെയും അല്ലെങ്കിൽ ഈ കള്ള പ്രവാചകന്മാരെയും ഒക്കെ തന്നെ തല്ലിയോടിക്കേണ്ട സമയം എന്നേ അതിക്രമിച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മൾ കൈയും കിട്ടി നോക്കി നിൽക്കുകയാണ്. നാളെ ഇപ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു പ്രവാചകൻ വന്നു, അല്ലെങ്കിൽ ഒരു ഇതുപോലെ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനായാലും വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടമായി അങ്ങോട്ട് ചെല്ലുകയാണ്. അമ്മ ദൈവം, അച്ഛൻ ദൈവം, അപ്പൂപ്പൻ ദൈവം എന്നൊക്കെ പറഞ്ഞു. ഇതിനൊന്നും ഒരു യുക്തിയുമില്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധം വിദ്യാഭ്യാസമുള്ളവർക്ക് പോലുമില്ല. ഇയാളുടെയൊക്കെ അടുത്ത് ചെല്ലുന്നത് പലരും ഭയങ്കര വിദ്യാഭ്യാസമുള്ളവരും ഉയർന്ന ഉദ്യോഗസ്ഥരുമൊക്കെയാണ്. അവരൊക്കെ തന്നെയാണ് ചെല്ലുന്നത് ബാധ ഒഴിപ്പിക്കാനാണെന്ന് പറഞ്ഞു. ബാധ ഒഴിപ്പിക്കൽ, ബാധ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതൊരു തരം മാനസിക വിഭ്രാന്തിയാണ്. അതിന് കൊണ്ടുപോകേണ്ടത് ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്താണ്, മനോരോഗ ചികിത്സാ വിദഗ്ധന്റെ അടുത്താണ്. അവിടെ കൊണ്ടുപോയിട്ട് കൃത്യമായി തന്നെ കാര്യങ്ങൾ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മനോരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ അരുൺ ബി നായർ. അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, ഇത് ഇന്നടത്ത് പോയിട്ട് ബാധ ഒഴിഞ്ഞില്ല, അതുകൊണ്ട് നിവൃത്തി കെട്ടിട്ട് ഇങ്ങോട്ട് വന്നാണെന്നൊക്കെ അദ്ദേഹം തമാശയ്ക്ക് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. മുരാരി തന്ത്രി, ഇയാൾ പീഡിപ്പിച്ചതും ഇയാൾ ഫോട്ടോ എടുത്തതും ഇയാൾ വീഡിയോ എടുത്തതുമായ ധാരാളം സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അവരുടെ ഒന്നും പേരുവിവരങ്ങൾ പുറത്തു പറയാൻ അവർ തന്നെ ഭയക്കുന്നു എന്നതാണ് സത്യം. അപ്പം മുരാരി തന്ത്രി ജ്യൂസുമായി ഇനിയും കാത്തിരിക്കും. നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. ജ്യൂസിൽ എന്താണ് കലർത്തിയിരിക്കുന്നത് എന്നറിയില്ല. ജ്യൂസുമായി കാത്തിരിക്കുന്ന മുരാരി തന്ത്രി ഇനിയിപ്പോൾ ജയിലിൽ ജ്യൂസൊന്നും കിട്ടില്ല. എന്തൊക്കെയായാലും ഇയാൾക്കെതിരെ അതിശക്തമായ നിയമ സംവിധാനം ഉണ്ടാകണം, നിയമ നടപടികൾ ഉണ്ടാകണം. പ്രത്യേകമായ വകുപ്പുകൾ ചേർത്ത് ഇയാൾക്കെതിരെ കേസെടുക്കണം. ഇയാൾക്കെതിരെ പരാതി കൊടുക്കേണ്ടവർ ധൈര്യപൂർവ്വം കടന്നു വന്ന് പരാതി കൊടുക്കുക തന്നെ വേണം. ഇത്തരം ചെറ്റ ബാണങ്ങളെ ഒന്നും നമുക്ക് വച്ചു പൊറിപ്പിക്കാൻ പറ്റില്ല. നല്ല അടിയും കൊടുക്കണം.